ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന മാസീവ് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ പല ആളുകളുടെയും ജീവിതം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. പല ആളുകളും നിലത്ത് കിടന്നിറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പല ആളുകൾക്കും സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, സൊല്യൂഷൻ കിട്ടുന്നില്ല. എന്നാൽ 18 മിനിറ്റ് അല്ല, 18 മണിക്കൂറല്ല, 18 ദിവസമല്ല, 18 വർഷം എയർപോർട്ടിൽ കഴിയുണ്ടെന്ന ഒരാളുടെ കഥ നിങ്ങൾക്കറിയുമോ? അതെ, ദിസ് ഇസ് റിയൽ സ്റ്റോറി ഓഫ് മെഹ്റാൻ കരീമി നാസറി ഫ്രം ഇറാൻ. 1988 UK-യിലേക്കുള്ള യാത്രാ മധ്യേ പാരീസ് എയർപോർട്ടിൽ വെച്ച് തന്റെ യാത്രാരേഖകൾ നഷ്ടപ്പെട്ട കാരണത്താൽ 18 വർഷം എയർപോർട്ടിൽ കഴിയേണ്ടി വന്ന ഒരാളാണ് നാസറി. അദ്ദേഹത്തിന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട കാരണത്താൽ അദ്ദേഹം ഒരു വാലിഡ് ഐഡന്റിറ്റി ഇല്ലാത്ത ആളായി മാറി. ഫ്രാൻസിന് മതിയായ പേപ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എൻട്രി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. UK-യിലേക്ക് വെരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ബോർഡ് ചെയ്യാനും അനുവദിക്കാൻ കഴിഞ്ഞില്ല. ചില പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഹോം കൺട്രിയായ ഇറാനിലേക്ക് പോകാനും സാധിക്കില്ലായിരുന്നു. ഈ 18 വർഷക്കാലം അദ്ദേഹത്തിന് തലചായ്ക്കാൻ ഇടം കൊടുത്തത് ട്രാൻസിറ്റ് ഏരിയയിലെ അറൈവലിനും ഡിപ്പാർച്ചറിനും ഇടയിലുള്ള ആ ചെറിയ സ്പേസിലെ ചുവന്ന ബെഞ്ചായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പണമെല്ലാം തീരുകയും പിന്നീട് പച്ചവെള്ളം കുടിച്ചൊക്കെയാണ് അദ്ദേഹം ചിലവഴിച്ചത്. എയർപോർട്ടിൽ വരുന്ന യാത്രികർ നാസറിയുടെ കഥ കേട്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കാലം കൊണ്ട് എയർപോർട്ടിൽ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്ന പല സ്റ്റാഫുകളും നാസറിയുടെ നല്ലൊരു സുഹൃത്തും കൂടപ്പിറപ്പും ഒക്കെയായി മാറി. അതുകൊണ്ട് നാസറി പട്ടിണി കിടക്കേണ്ടി വന്നില്ല. നാസറിയുടെ എയർപോർട്ട് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയത് ടെലിവിഷൻ ചാനൽ നടത്തിയിരുന്ന ഒരാൾ യാത്രാമധ്യക്കിടെ നാസറിയെ കണ്ടപ്പോഴാണ്. നാസറിയുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന ഒരു മാലാഖയായിരുന്നു അദ്ദേഹം നാസറിയുടെ ജീവിതം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പിന്നീട് പല മാഗസിനിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും നാസറിയുടെ കഥ ലോകശ്രദ്ധ നേടി. 2004 ദ ടെർമിനൽ എന്നൊരു സിനിമ നാസറിയുടെ ജീവിതം ഇൻസ്പയർ ചെയ്തെടുത്തതാണ്. നാസറിയുടെ ലൈഫ് റൈറ്റ്സ് വാങ്ങുകയും ഇതിൽ നിന്ന് നാസറിക്ക് ഒരുപാട് പണം ലഭിക്കുകയും ചെയ്തു. 2006 മെഡിക്കൽ ട്രീറ്റ്മെന്റിനായി പുറത്തേക്ക് പോകാൻ നാസറിക്ക് 18 വർഷത്തിന് ശേഷം അനുമതി ലഭിച്ചു. പിന്നീട് പല ചാരിറ്റി ഷെൽട്ടേഴ്സിലും ഹോസ്റ്റൽസിലുമൊക്കെ അദ്ദേഹം ജീവിതം ചെലവഴിച്ചു. പിന്നീട് 2022 എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നു. 2022 ഹാർട്ട് അറ്റാക്ക് വന്നാണ് അദ്ദേഹം എയർപോർട്ടിൽ തന്നെ വെച്ച് മരണപ്പെട്ടത്. എയർപോർട്ടിൽ നാസറിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അദ്ദേഹം തീരുമാനിച്ചു തന്നെയായിരുന്നു വന്നത്. അവന്റെ വീടും മരണം വരെയുള്ള ജീവിതവും ഇവിടെ തന്നെയാണെന്ന്. രക്ഷപ്പെട്ടു പോകാൻ പല അവസരങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. ജീവിതത്തിൽ നമ്മൾ പരാതി പറയുന്ന പല കാര്യങ്ങളും മറ്റൊരാളുടെ സ്വപ്നമായിരിക്കും. നമ്മൾ കേൾക്കാത്ത കഥകളെല്ലാം നമ്മൾക്കെന്നും കെട്ടുകഥകൾ മാത്രമാണ്.